കർണാടക സംഗീത പഠനത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സപ്തതാള അലങ്കാരങ്ങളാണ്. അതിൽ ധ്രുവതാളം, ചതുരശ്രജാതി ധ്രുവതാളം, ചതുരശ്രജാതി മധ്യതാളം, തിസ്രജാതി ത്രിപുടതാളം, ചതുരശ്രജാതി രൂപകതാളം, അതുപോലെ മിശ്രജാതി ജംബതാളം. കഴിഞ്ഞ ക്ലാസ്സിൽ മിശ്രജാതി ജംബതാളാണ് നമ്മൾ പാടി നോക്കിയത്. ഓരോന്നിലും ലഘു ദ്രുതമൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെ ഞാൻ അതാത് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ലഘു എന്ന് പറഞ്ഞാൽ അടിച്ച് വിരൽ വയ്ക്കുന്ന ക്രിയ, ദ്രുതം എന്ന് പറഞ്ഞാൽ അടിച്ച് വീശുന്ന ക്രിയ, അനുദ്രുതം എന്ന് പറഞ്ഞാൽ അടി മാത്രമായി വരുന്ന ക്രിയ. അപ്പൊ നമ്മൾ ഈ ജംബതാളത്തിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഒരു ലഘു, ഒരു അനുദ്രുതം, ഒരു ദ്രുതമാണ്. അപ്പൊ അത് മിശ്രജാതിയാണ്. മിശ്രജാതി എന്ന് പറഞ്ഞാൽ 7 അക്ഷരകാലാണ്. അപ്പൊ നമ്മൾ ലഘുവില് അടിച്ചിട്ട് 6 വിരൽ വെക്കണം. പിന്നെ ഒരു അനുദ്രുതം, അനുദ്രുതം എന്ന് പറഞ്ഞാൽ ഒരു അടി മാത്രം. അപ്പൊ അടിച്ചിട്ട് 6 വിരൽ വെച്ച് കഴിഞ്ഞാൽ ഒരു അടി, പിന്നെ ഒരു ദ്രുതം, പിന്നെ അടിയും വീശും. അതാണ് മിശ്രജാതി ജംബതാളം. അപ്പൊ അതിൻ്റെ ഒരു ഒന്നാം കാലം നമ്മൾ പാടി ഞാൻ കാണിച്ചു തന്നു. അതൊന്നുകൂടി നോക്കാം നമുക്ക്. Pa sa pa sa. അപ്പോൾ താളം എങ്ങനെ നോക്കിക്കോളൂ. 1 2 3 4 5 6 7 8 9 10 10 അക്ഷരകാലാണ് വരിക. അപ്പൊ ഇതിന്റെ മുമ്പ് നമ്മൾ 10 അക്ഷരകാലുള്ള വേറൊരു താളം പഠിച്ചു, ചതുരശ്ര ജാതി മധ്യതാളം. അതിൽ ഒരു ലഘു, ഒരു ദ്രുതം, ഒരു ലഘുവാണ്. അപ്പൊ ചതുരശ്ര ജാതി മധ്യതാളത്തിന് 10 അക്ഷരകാലാണ് വരുന്നത്. 2 ലഘുവിന് 4 4 8, ഒരു ദ്രുതം 2, 8 2 10 അക്ഷരകാലാണ് വരിക. അതേപോലെ തന്നെയാണ് ഇതിലും 10 അക്ഷരകാലാണ് വരുന്നത്. പക്ഷെ താളം വ്യത്യാസമുണ്ട് അടിക്കുന്നത്. അനുദ്രുതം, ദ്രുതം ഒക്കെ അതുപോലെ മിശ്രജാതിയാണ്. അക്ഷരകാലം ഒന്നാണ്. അപ്പൊ ഇത് നമുക്ക് ഒന്നുകൂടി പാടി നോക്കാം. സരിഗ സരി സരി ഗമ, രിഗമ രിഗ രിഗമപ്പ. ഒരു ദീർഘം ഉണ്ട്, അവസാനത്തേന് ഒരു ദീർഘം നീട്ടി നിൽക്കും. നോക്കാം. സാരി ഗ സാരി സാരി ഗ മ രേ ഗ മ രേ ഗ രേ ഗ മ പ ഗ മ പ ഗ മ ഗ മ പ ധ ma pa dha ma pa dha ni pa dha ni pa dha ni sa ni dha sa ni dha pa ni dha pa ni dha pa ma dha pa ma dha pa ma ga pa ma ga pa ma ga re മാഗരി മാഗരി ഇങ്ങനെയാണ് വരിക. ഇത് തിരിച്ചു പാടുമ്പോൾ മാഗരി മാഗ മാഗരി സ
ഗ പ മ പ മ ഗ രി ധാ പ മ ധാ പ ധാ പ മ ഗ നീ ധ പ നീ ധ നീ ധ പ മ സാ നീ ധ സാ നീ സാ നീ ധ പ പ ധ നീ പ ധ പ ധ നീ സ മ പ ധ മ പ മ പ ധ നീ ഗ മ പ ഗ മ ഗ മ പ ധ രി ഗ മ രി ഗ രെ ഗ മ പ സ രെ ഗ സ രെ സ രെ ഗ മ. ഇതാണ് തിരിച്ചു പാടുമ്പോൾ. ഇനി ഇതിനെ നമുക്ക് രണ്ടാം കാലം പാടി നോക്കാം. രണ്ടാം കാലം പാടുമ്പോഴേക്കും 10 സ്വരം എന്നുള്ളത് ഒരു താളത്തിൽ 20 സ്വരമാവും. ഗ സ രെ സ രെ ഗ മ രെ ഗ മ രി ഗ രി ഗ മ പ ഗ മ പ ഗ മ ഗ മ പ ധ മ പ ധ മ പ മ പ ധ നീ പ ധ നീ പ ധ പ ധ നീ സ സാ നീ ധ സാ നീ സ നീ ധ പ നീ ധ പ നീ ധ നീ ധ പ മ ധ പ മ ധ പ ധ പ മ ഗ പ മ ഗ പ മ പ മ ഗ രി മ ഗ രി മ ഗ മ ഗ രി സ. തിരിച്ച് മ ഗ രി മ ഗ മ ഗ രി സ പ മ ഗ പ മ പ മ ഗ രി ധാ പ മ ധാ പ ധാ പ മ ഗ നീ ധ പ നീ ധ നീ ധ പ മ സാ നീ ധ സാ നീ സ നീ ധ പ പ ധ നീ പ ധ പ ധ നീ സ മ പ ധ മ പ മ പ ധ നീ ഗ മ പ ഗ മ ഗ മ പ ധ രെ ഗ മ രി ഗ രി ഗ മ പ സ രെ ഗ സ രെ സ രെ ഗ മ. അടുത്ത മൂന്നാം കാലം പാടുമ്പോഴേക്കും എന്താണ് 40 സ്വരം വരും ഒരു താളത്തില്. 4 സ്വരം ഓരോന്നിനും. ഗ സ രി സ രി ഗ മ രി ഗ മ രി ഗ രി ഗ മ പ ഗ മ പ ഗ മ ഗ മ പ ധ മ പ ധ മ പ മ പ ധ നീ പ ധ നീ പ ധ പ ധ നീ സ സ നീ ധ സ നീ സ നീ ധ പ നീ ധ പ നീ ധ നീ ധ പ മ ധ പ മ ധ പ ധ പ മ ഗ പ മ ഗ പ മ പ മ ഗ രി മ ഗ രി മ ഗ മ ഗ രി സ സ രി ഗ സ രി സ രി ഗ മ രി ഗ മ രി ഗ രി ഗ മ പ ഗ മ പ ഗ മ ഗ മ പ ധ മ പ ധ മ പ മ പ ധ നീ പ ധ നീ പ ധ പ ധ നീ സ സ നീ ധ സ നീ ധ നീ ധ പ നീ ധ പ നീ ധ നീ ധ പ മ ധ പ മ ധ പ ധ പ മ ഗ പ മ ഗ പ മ പ മ ഗ രി മ ഗ രി മ ഗ മ ഗ രി സ. 2 ആവർത്തനം വരും. ആ രണ്ടാമത്തെ ആവർത്തനം നമുക്ക് തിരിച്ചു പാടാം. ഞാൻ നേരെ തന്നെ പാടിയത് തിരിച്ചു പാടാം. മഗരി മഗ മഗരി സ പ മഗ പ മ അങ്ങനെ പാടാം. അപ്പൊ ഇതാണ് മിശ്രജാതി ജമ്പതാളം. ഇനി നമ്മൾ ഈ താളങ്ങളെ തന്നെ ഇപ്പൊ നമ്മൾ 5 എണ്ണം പഠിച്ചു കഴിഞ്ഞു. ഇനി ഖണ്ഡജാതി അടതാളമുണ്ട്, ചതുരശ്ര ജാതി ഏകതാളമുണ്ട്. 2 താളം കൂടി ഉണ്ട്. അതിനു മുമ്പേ വേറൊരു കാര്യം കൂടി പറയാം. ഈ താളങ്ങളെയൊക്കെ നമ്മൾ 1 2 3 2 1 അങ്ങനെയായിട്ട് പാടാം. അപ്പൊ ഈ താളങ്ങളെ 1 2 3 2 1 അങ്ങനെ
ഒരു താളത്തിലെ ഒരു താളം ഒന്നാം കാലം, അടുത്ത താളത്തിൽ രണ്ടാം കാലം തടഞ്ഞ, അടുത്ത താളത്തിൽ മൂന്നാം കാലം തടഞ്ഞ, അടുത്ത താളത്തിൽ രണ്ടാം കാലം തടഞ്ഞ, അടുത്ത താളത്തിൽ ഒന്നാം കാലം ആക്കുക. അങ്ങനെ ചെല്ലാം. അപ്പോൾ അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം, നോക്കിക്കോളൂ. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച താളം ചതുരശ്ര ജാതി ധ്രുവ താളം. ഒരു ലഘു, ഒരു ദ്രുതം, ഒരു ദ്രുതം, രണ്ട് ലഘു, അങ്ങനെയാണ് വരുന്നത്. സരിഗമ ഗരി സരി ഗരി സരിഗമ. അപ്പം അതിലൊരു താളം നമ്മൾ ഒന്നാം കാലം, അടുത്ത താളം രണ്ടാം കാലം, അടുത്ത താളം മൂന്നാം കാലം, പിന്നെ രണ്ട്, പിന്നെ ഒന്ന്. നോക്കിക്കോളൂ. അങ്ങനെ എല്ലാ താളങ്ങളും നമുക്ക് അങ്ങനെ പാടാം. അപ്പം നമുക്ക് താളം ഉറയ്ക്കാനുള്ളൊരു സൂത്രമാണത്. താളം ഉറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സൂത്രം. സരിഗമ ഗരി സരി ഗരി സരി ഗമ ഗമ പമ ഗരി ഗമ ഗരി ഗമ പ ഗമ പധ ബമ ഗമ പമ ഗമ പധ മപദ നിധ ബമ പദ ബമ പദ നി പദ നി സ നിധ പദ നിധ പദ നി സ നിധ പദ സ നിധ നി സ നിധ പ നിധ ബമ പദ നിധ പദ നിധ ബമ ധ പമ ഗമ പ ധ ബമ പ ധ ബമ ഗ പമ ഗരി ഗമ പമ ഗമ പമ ഗരി മാ ഗരി സരി ഗ മാ ഗരി ഗ മാ ഗരി സ. ഇപ്പം ഇതിൽ ഒന്നാം കാലം വന്നു, രണ്ടാം കാലം വന്നു, മൂന്നാം കാലം വന്നു. ഓരോ താളം കഴിയുമ്പോൾ കാലം മാറ്റാണ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് തിശ്രജാതി ത്രിപുട താളം ഒന്ന് പാടി നോക്കാം. എല്ലാ താളവും ഇതേപോലെ പാടാം. തിശ്രജാതി ത്രിപുട താളം എന്ന് പറഞ്ഞാൽ ഒരു ലഘു, രണ്ട് ദ്രുതം. തിശ്രജാതിയാണ്, അടിച്ചിട്ട് രണ്ട് വിരലെയാണ് വെക്കേണ്ടു. സരിഗ സരിഗമ സരിഗ സരിഗമ ഗമ രി ഗമ പ ഗമ പ ഗമ പധ മപദ മപദ നി പദ നി പദ നി സ നി ധ പ നി ധ പ നി ധ പ മ ധ പ മ ധ പ മ ഗ പ മ ഗ പ മ ഗ രി മാ ഗ രി മാ ഗ രി സ. ഇതുപോലെ എല്ലാ താളങ്ങളും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പം അത് സ്വയം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇപ്പോൾ വീഡിയോ എല്ലാവരും കാണുക. ഇപ്പം നമ്മൾ 5 താളങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത താളം അടുത്ത ക്ലാസ്സിൽ വീഡിയോയിൽ പറഞ്ഞു തരാം. എല്ലാവരും അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.